Good morning. Today we can discuss forms of organization structure. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലൈൻസ് ഓഫ് അതോറിറ്റി നോക്കാം. മനസ്സിലായല്ലോ. സോ ഓൺ ദ ബേസിസ് ഓഫ് ലൈൻസ് ഓഫ് അതോറിറ്റി organizations can be classified under three heads: line organization structure, functional organization structure, and line and staff organization structure. ഇത് കൂടാതെയും there are different types of organization structures. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലൈൻസ് ഓഫ് അതോറിറ്റി. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കെലാർ, മിലിറ്ററി ഓർ വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണിത് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഈ അണ്ടർ ദ ലൈൻ ഓഫ് അതോറിറ്റി, അതായത് അണ്ടർ ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദ ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. സ്കലാർ ചെയിൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം അവിടെ ആ ഒരു അതോറിറ്റി എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഫ്ലോസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് ദ ക്വാണ്ടം ഓഫ് അതോറിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ് ദ ടോപ്പ് and it reduces at each successive level down the hierarchy. മനസ്സിലായല്ലോ. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളത് എഴുതുക. ദ ലൈൻ ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ്സ് ദ സ്ട്രക്ചർ ഇൻ എ ഡയറക്റ്റ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ത്രൂ വിച്ച് അതോറിറ്റി ഫ്ലോസ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ദെൻ there are two types of line organizations. They are pure line organization and departmental line organization. പ്യുവർ ലൈൻ ഓർഗനൈസേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി മാത്രമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. പ്രൊഡക്ഷൻ മാനേജറിൻ്റെ അണ്ടറിൽ തന്നെ ദർ ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതാണ് പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നേരെ മറിച്ച് ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുക. ആദ്യം പ്രൊഡക്ഷൻ മാനേജർ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അണ്ടറിലും എന്തുണ്ടാവാം, ഇങ്ങനെ എന്താ പറയുക, ഓരോരോ കാറ്റഗറി ആയിട്ട് പിന്നെ തിരിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ. അപ്പോൾ പ്യുവർ ലൈൻ ഓർഗനൈസേഷനും വരാം, ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻ ഓർഗനൈസേഷനും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം എ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് all managers have direct authority over their respective subordinates. Next we can discuss what are the features അല്ലെങ്കിൽ characteristics of line organization structure. അപ്പം ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ് എന്താ പറയുക, ലൈൻ ഇൻസ്ട്രക്ഷൻസ് ആർ vertical. Line authority and instructions are vertical. That is, they flow from top to bottom. Okay, but there is only one form of authority, line authority എന്ന് പറയും, which means direct authority of a manager over his subordinates. It is a simple type of organization. Then authority flows downwards. നിങ്ങൾക്കറിയാലോ. അന്നേരം റെസ്പോൺസിബിലിറ്റി എങ്ങോട്ടാണ് പോവുക? ഇറ്റ് ഗോസ് upwards. Then all managers have full authority with respect to their respective function. ഇപ്പം മാർക്കറ്റിംഗ് ഹെഡ് ആണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർക്കാണ് ആ ഒരു ഫംഗ്ഷനുമായിട്ടുള്ള ഫുൾ അതോറിറ്റി അയാളുടെ തലയിലായിരിക്കും. then authority responsibility relations are clear. അതായത് the structure specifies responsibility and authority for all positions limiting the area of action. then subordinate under each manager are limited in number. അതൊന്ന് നമുക്കറിയാം. then authority is higher at the top level and tapers down. മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ സിംപ്ലിസിറ്റി, അതായത് ഇറ്റ് ഇസ് സിമ്പിൾ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ്.
ദെൻ ഡിസിപ്ലിൻ ഉണ്ട് അവിടെ, അതായത് ഒരു മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് മൊത്തം ചുമതല ആർക്കായിരിക്കും? ഹെഡിനുണ്ടാവും. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജറാണ് ഉണ്ടാവും, അയാൾ അത് ആർക്ക് കൊടുക്കും? ചെയ്യാനുള്ള അധികാരം അടുത്ത ആൾക്ക് കൊടുക്കും, ഫോർമാനിന് കൊടുക്കും. ഫോർമാൻ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ വളരെ എന്താ പറയുക, ഒരു എന്താ പറയുക, അച്ചടക്കം ഉണ്ടാവും എന്നാണ് പറയാം. It ensures excellent discipline in the enterprise because every individual knows to whom he is responsible. Then another advantage is it follows the principle of unity of command. അതായത് എ സബോർഡിനേറ്റ് ഗെറ്റ്സ് ഓർഡേഴ്സ് ഫ്രം എ സുപ്പീരിയർ ഓൺലി. അതായത് ഒരു ഹെഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡേഴ്സ് അനുസരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. And it provides clear channel of communication. And it is easy to enforce discipline that I have already mentioned. Then it facilitates quick decision making by line managers. അതായത് prompt decisions എന്ന് പറഞ്ഞ്, അതായത് it facilitates prompt decision making because there is a definite authority at every level. അപ്പോൾ an executive cannot shift his decision making to others. നോർ ക്യാൻ ദ ബ്ലെയിം ബി ഷിഫ്റ്റഡ്. അപ്പോൾ ഒരിക്കലും അതങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഒരാൾ തന്നെയാണ് ഡിസിഷൻ എടുക്കാനെല്ലാം. സോ പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഇഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആസ് ലൈൻ മാനേജേഴ്സ് ക്യാൻ എഫക്റ്റ് ചേഞ്ചസ് ക്വിക്ക്ലി. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഒരൊറ്റ ലൈൻ ഓഫ് അതോറിറ്റിയാണ്. അപ്പം ലൈൻ മാനേജർക്ക് മാറ്റം വരുത്തിയാൽ അത് ബാക്കിയുള്ളവർ അങ്ങോട്ട് ഫോളോ ചെയ്തോളും. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ സ്ട്രക്ചറിന്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ്. അതായത് ഈസി സൂപ്പർവിഷൻ ആൻഡ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ it tends to overload the line managers with too much work. എല്ലാം ഈ ലൈൻ മാനേജേഴ്സിൻ്റെ തലയിലായി പോവുക ചെയ്യാം. അപ്പോൾ വിത്ത് ഗ്രോത്ത് ദ ലൈൻ ഓർഗനൈസേഷൻ മേക്സ് ദ സുപ്പീരിയേഴ്സ് ടു ഓവർലോഡഡ് വിത്ത് വർക്ക്. ഇഫ് എക്സിക്യൂട്ടീവ്സ് try to keep with every activity, they are bogged down in myriad details and are unable to pay proper attention to each one. അപ്പോൾ എന്താ പറയുക, ഇറ്റ് വിൽ ഹാമ്പർ ദിയർ ഇഫക്റ്റീവ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ തലയിൽ എന്താ പറയുക, ഫുൾ ഉത്തരവാദിത്തം വന്ന് കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. ദെൻ അനദർ ഡ്രോബാക്ക് ഈസ് ലാക്ക് ഓഫ് മാനേജീരിയൽ സ്പെഷ്യലൈസേഷൻ ഇസ് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദിസ് ടൈപ്പ്. അതായത് ഇവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്, സ്പെഷ്യലൈസേഷൻ. അതായത് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏതിന് സ്യൂട്ടബിൾ, ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ടു ബിഗ് ഓർഗനൈസേഷൻസ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. മെനി ജോബ്സ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് ടു പെർഫോം ദം. ദെൻ അനദർ ഡ്രോബാക്ക് ഈസ് inefficiency of top level manager may adversely affect the performance of the business. അതായത് എല്ലാത്തിനുള്ള നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇന്നെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്തായി പോകുന്ന പറയുന്നത്, ആ ഒരു സ്ട്രക്ചറിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതെയായി പോവുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ since authority is concentrated at the top, subordinates may lack initiative. അതായത് മേലെയുള്ളവർ എന്ത് പറയുന്നോ അത് ഉള്ളത് താഴെ സബോർഡിനേറ്റ്സ് അനുസരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സബോർഡിനേറ്റ്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും ഒരു വർക്കിലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു സബോർഡിനേറ്റ്സ് മേ ലാക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി ഡൗൺവേർഡ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ. അതായത് എപ്പോഴും നമുക്ക് അങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. ദർ ഇസ് പ്രാക്ടിക്കലി നോ കമ്മ്യൂണിക്കേഷൻ ഫ്രം ബോട്ടം അപ്വേർഡ്സ് ബിക്കോസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദി higher level. So if superiors take a wrong decision, it would be carried out without anybody having the courage to point out its deficiencies. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഈ ലൈൻ ഓർഗനൈസേഷനെ കൊണ്ട്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഡ്രോബാക്സ്, ദ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് വെരി പോപ്പുലർ, particularly in small organizations where there is less number of levels of authority.
and a small number of people. A modification of this structure is line and staff, under which specialists are attached to line executives to provide them specialized assistance on matters of great importance to the enterprise. Okay. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ് ടുഗെദർ according to certain functions like production, marketing, finance, personnel, etc. അതായത് ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഫങ്ഷണൽ അതോറിറ്റി ഒക്യുപ്പൈസ് എന്താ പറയുക, ഇറ്റ് ഈസ് എ മിഡ് വേ പൊസിഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. അതായത് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ ടോപ്പ് പൊസിഷൻസ് ത്രൂ ഔട്ട് ദി എൻ്റർപ്രൈസ്. It confers upon the holder of a functional position a limited power of command over the people of various departments concerning their function. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് ഫങ്ഷണൽ ഏരിയാസ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സെർട്ടൻ ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാം അങ്ങനത്തതൊക്കെ തിരിക്കും. പിന്നെ മാർക്കറ്റിംഗ് ഫീൽഡ് അതൊക്കെ വേറെ തിരിക്കും. പിന്നെ ഫിനാൻസ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ആൻഡ് ദേ ആർ പുട്ട് അണ്ടർ ദ ചാർജ് ഓഫ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ എ ഫങ്ഷണൽ ഇൻചാർജ് ഡയറക്റ്റ് ദ സബോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം മാർക്കറ്റിംഗ് ഹെഡാണെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡ് എന്ത് ചെയ്യുന്നു, അവരുടെ സബോർഡിനേറ്റിനെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്, ഈ മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കും. അതേമാതിരി പ്രൊഡക്ഷൻ മാനേജർ എന്താ ചെയ്യുക, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതാക്കുന്ന ആളുകളെ അവർ നിയന്ത്രിക്കും. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ. അതായത് സബോർഡിനേറ്റ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഫ്രം വൺ സുപ്പീരിയർ ബട്ട് ഫ്രം സെവറൽ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അതായത് സബോർഡിനേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ടു ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. നമ്മൾ FW ടൈലറിൻ്റെത് കേട്ടിട്ടുണ്ട്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ബട്ട് ഇൻ പ്രാക്ടീസ് functionalization is restricted to the top of the organization structure and is not carried down to the lower levels on the organization. ടൈലർ റെക്കമെൻഡ് ചെയ്തതാണ് അങ്ങനെ പാടില്ല എന്നുള്ളത്. സോ ദ ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ദ എൻറ്റയർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്പെസിഫൈഡ് ഫങ്ഷൻസ് സച്ച് ആസ് operations, finance, marketing, personal relations, etc. That each functional area is put under the charge of a functional specialist. അതായത് ഈ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ എക്സിക്യൂട്ടീവിന് കൊടുക്കുക ചെയ്യുന്നത്. അതായത് സ്പെഷ്യലിസ്റ്റ് ഹാസ് ദ അതോറിറ്റി ഓർ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ഹിസ് ഫങ്ഷൻ വേർ സോ എവർ ദാറ്റ് ഫങ്ഷൻ ഇസ് പെർഫോംഡ് ഇൻ ദി എൻ്റർപ്രൈസ്. ഇനി ഇഫ് എനിബഡി ഇൻ ദി എൻ്റർപ്രൈസ് ഹാസ് ടു ടേക്ക് എനി ഡിസിഷൻ റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഫങ്ഷൻ, ഇറ്റ് ഹാസ് ടു ബി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. സോ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ്. കണ്ടോ, ടോപ്പ് ലെവൽ ഉണ്ടാവും, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ, എക്സെട്ര. അതിൽ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ ഇപ്പം പ്രൊഡക്ഷൻ എന്താ പറയുക, പ്ലാൻ 1 വേണ്ടിയിട്ട് പിന്നെ കുറേ വീണ്ടും പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ എന്ന് പറഞ്ഞ് തിരിക്കും. അങ്ങനെ എന്താ പറയുക, അവിടെ ഒരു ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരൊറ്റ എക്സിക്യൂട്ടീവായിട്ട് അതിൻ്റെ അടിയിൽ ഗ്രൂപ്പുകളായി തിരിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പെഷ്യലൈസേഷനാണ്. അതായത് ഇറ്റ് എൻജോയ്സ് സ്പെഷ്യലൈസേഷൻ. Work is performed by persons having
സ്പെഷ്യലിസ്റ്റ് നോളജ് ഇൻ ദി ഫീൽഡ്. മനസ്സിലായല്ലോ? അതായത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഹെൽപ്സ് ഇൻ അച്ചീവിങ് ദ benefits of specialization of work. Every functional in charge is an expert in his area and can help the subordinate in better performance of his area എന്നാണ് പറയുന്നത്. Then second one is division of work and specialization leads to increased efficiency in the organization. അതായത് ഇങ്ങനെ എന്താ പറയുക, സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആയതുകൊണ്ട് എന്തിനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, ഗ്രേറ്റർ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ആസ് കമ്പയർഡ് ടു ലൈൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് കേപ്പബിലിറ്റീസ് ഒന്നും അല്ലല്ലോ, കുറച്ച് മാനേജേഴ്സ് മാത്രമല്ല ഉള്ളത്, ഓരോ ലെവലിലും എന്ത് വരുന്നുണ്ട്, ആ ഒരു പ്രത്യേക ഫീൽഡിലുള്ള ആളുകളാണ് വരുന്നത്. അതുകൊണ്ട് മോർ എഫിഷ്യൻസി ക്യാൻ ബി അറ്റൈൻഡ്. Then it provides relief to top executives as they are not overloaded with too many duties. അതായത് ഹെഡിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവാം, കാരണം അതെല്ലാം അവരെ തലയിലല്ല, അവർ പിന്നെ തിരിച്ചിടുന്നുണ്ട്, ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഓരോ ഫങ്ഷണൽ ഹെഡ്സ് ഉണ്ട്. Then it involves democratic supervision and control. അതായത് ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട്, അതായത് എക്സ്പേർട്ട് നോളജ് ഓഫ് ഫങ്ഷണൽ മാനേജേഴ്സ് ഫെസിലിറ്റേറ്റ് ബെറ്റർ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ആസ് സുപ്പീരിയേഴ്സ് ആർ എക്സ്പേർട്ട് ഇൻ ദിയർ ഓൺ ഏരിയാസ്, ദ സിസ്റ്റം പ്രൊവൈഡ്സ് ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ദെൻ ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയി മൊറൈൽ ആൻഡ് മോട്ടിവേറ്റ്സ് വർക്കേഴ്സ് ടു achieve improved performance. Last one, it is flexible and allows easy change in the organization. Okay, so these are the advantages or merits of a functional organization. Next we can discuss what are the demerits of functional organization structure. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് സബോർഡിനേറ്റ്സ് ഗെറ്റ്സ് ഓർഡേഴ്സ് ഫ്രം സെവറൽ ഫങ്ഷണൽ മാനേജേഴ്സ്. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ പഠിച്ചതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരാൾക്ക് ഒരു സുപ്പീരിയർ അടുത്ത് നിന്ന് മാത്രമേ ഓർഡേഴ്സ് കിട്ടാൻ പാടുള്ളൂ. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല വരുന്നത്. അതായത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സിൻസ് എ പേഴ്സൺ ഇസ് അക്കൗണ്ടബിൾ ടു എ ലാർജ് നമ്പർ ഓഫ് ബോസസ്. Then another disadvantage is that it is difficult to achieve coordination among different functional departments. അതായത് ഈ ഓപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ് ടു, അതായത് ഭയങ്കര, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സമയത്ത് എന്തിനുള്ള ഇത് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ദർ ഇസ് ജനറലി എ ലാക്ക് ഓഫ് coordination among the functional executives and delay in decision making when a decision problem requires the involvement of more than one specialist. മനസ്സിലായോ? അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ് അമംഗ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്, എന്താ പറയുക, കോൺഫ്ലിക്റ്റിനുള്ള ചാൻസും കൂടുതലാണ്. Then it leads to delay in decision making that I have already explained. It is difficult to fix responsibility of work on specific individuals. അതായത് ഓരോരുത്തരുടെ വർക്ക് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ ഇറ്റ് മേ ലീഡ് ടു പുവർ ഡിസിപ്ലിൻ. അതായത് വർക്കേഴ്സിന് പല സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് കിട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറ്റ് മേ ലീഡ് ടു കേസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. Then it is a complex type of organization involving too many relationships among individuals and departments. Okay. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത് ആർക്കാന്നാണ് പറയുന്നത്, സ്മോൾ ഓർഗനൈസേഷൻസ്. അതായത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബിക്കംസ് നെസസറി ആസ് എ സ്മോൾ ഓർഗനൈസേഷൻ ഗ്രോസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റി ബിക്കംസ് മോർ ആൻഡ് മോർ കോംപ്ലെക്സ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആവുന്ന, അതായത് അവരിങ്ങനെ ഉയർന്നുയർന്ന് വരികയാണ്, അവരുടെ ബിസിനസ് എന്താ പറയുക കൂടിക്കൂടി വരുന്ന സമയത്ത് വലുതായി വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് കോംപ്ലെക്സ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട് തിരിക്കേണ്ടി വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലാസ്റ്റ് വൺ ഇസ് ലൈൻ ആൻഡ് സ്റ്റാഫ്
ഓർഗനൈസേഷൻ. അതിൻ്റെ മുന്നേ എനിക്ക് വിട്ടുപോയി പറയാൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പം ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ്, അണ്ടർ ലൈൻ ഓർഗനൈസേഷൻ യൂണിറ്റി ഓഫ് കമാൻഡ് സ്ട്രിക്ട്ലി ഒബ്സർവ്ഡ്. അതായത് നമ്മൾ പഠിച്ചു എന്താണ്, ദർ ഇസ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇൻ ലൈൻ ഓർഗനൈസേഷൻ, ഈച്ച് സബോർഡിനേറ്റ് റിസീവ്സ് ഓർഡേഴ്സ് ഫ്രം വൺ ബോസ് ഓൺലി. നേരെ മറിച്ച് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ്, ദർ ഇസ് നോ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് നോട്ട് ഒബ്സർവ്ഡ്. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് നോട്ട് ഫോളോഡ് ആസ് ഈച്ച് സബോർഡിനേറ്റ് ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് ലൈൻ ബോസ് ആൻഡ് ഫങ്ഷണൽ ബോസസ്. മനസ്സിലായോ? ദെൻ സെക്കൻഡ് ഡിഫറൻസ് ഇസ് ദർ ഇസ് നോ സ്പെഷ്യലൈസേഷൻ ഇൻ ലൈൻ ഓർഗനൈസേഷൻ. അതായത് നമ്മളൊരു ഡ്രോബാക്കായി കണ്ടു, ലൈൻ ഓർഗനൈസേഷനിൽ എന്ത് വരുന്നില്ല, ദർ ഇസ് നോ സ്പെഷ്യലൈസേഷൻ. Then under functional organization there is high degree of specialization. Then third difference, there is no division of functions in line organizations. അതായത് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല. നേരെ മറിച്ചിട്ട് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എന്താണ്, there are so many divisions based on function. Then under line organization responsibility can be fixed. അതായത് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഫിക്സ്ഡ്. ദെൻ ലൈൻ ഓർഗനൈസേഷൻ ഇസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ദെൻ കോർഡിനേഷൻ ഇസ് കമ്പാരിറ്റീവ്ലി ഈസി ഇൻ ലൈൻ ഓർഗനൈസേഷൻ. നേരെ മറിച്ചിട്ട് കോർഡിനേഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട് ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. കാരണം ഒരുപാട് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ദെൻ ലൈൻ ഓർഗനൈസേഷൻ ഇസ് ഹൈലി എക്കണോമിക്കൽ. ഇത് നോക്കുകയാണെങ്കിൽ ചീപ്പായിട്ട് വരുന്നത് ഏതാ, ലൈൻ ഓർഗനൈസേഷനാണ്. നേരെ മറിച്ച് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഇസ് ലെസ് എക്കണോമിക്കൽ. പിന്നെ സിമ്പിൾ ടൈപ്പ് എന്ന് പറയുന്നത് ലൈൻ ആണല്ലോ, കാരണം അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സ്ട്രക്ചറൊന്നുമല്ല. ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഇസ് എ കോംപ്ലെക്സ് വൺ. So next we can discuss line and staff organization structure. ഈ line and staff organization structure, it is a pattern in which staff specialists advise line managers to perform their duties. അതായത് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ച് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ച് ഇതിൽ നിന്നും ഉള്ളൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് പഠിച്ചതിൽ നോക്കുകയാണെങ്കിൽ ലൈൻ ഓർഗനൈസേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ മുള്ള, കോൺസെൻട്രേറ്റ് ടു മച്ച് ഓൺ കൺട്രോൾ, വൈൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എംഫസൈസസ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ സിസ്റ്റം എമേർജ് ചെയ്തത്. അതിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ദിസ് സിസ്റ്റം അവോയ്ഡ്സ് ദ ഡിഫെക്ട്സ് ഓഫ് ബോത്ത് ദി എബവ് സിസ്റ്റംസ് ആൻഡ് എംപഡീസ് ദ ബെസ്റ്റ് പോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദം. ഓക്കെ, അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ രണ്ട് ടൈപ്സ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പാണ് വരുന്നത്. അതായത് ദർ ഈസ് എ ഡയറക്ടർ ലൈൻ അതോറിറ്റി ആൻഡ് എ സ്റ്റാഫ് അതോറിറ്റി. അപ്പോൾ ലൈൻ അതോറിറ്റിയിൽ എങ്ങനെയാണ് വരുന്നത്, ഇറ്റ് മീൻസ് അതോറിറ്റി ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻ. സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുമ്പം അതോറിറ്റി ടു അഡ്വൈസ്, തിരിച്ചിട്ട് സ്റ്റാഫിന് അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, ടു സപ്പോർട്ട് ആൻഡ് സെർവ്. So in line and staff organization, most of the managers have line authority because they strictly come under the chain of command, as in the case of line organization. However, a few specialists are appointed at certain points where jobs are advisory and supportive in nature. അതായത് ഈ ലൈൻ മാനേജർക്ക് എല്ലാത്തിനെ കുറിച്ചും വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം ഓരോ എന്താ പറയുക, കുറച്ച് സ്റ്റാഫിനെയൊക്കെ സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫിനെ വെക്കും. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രത്യേക ഇതിൽ അഭിരുചിയുള്ള ആളുകളെ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എവിടെയാണോ ഈ ലൈൻ മാനേജർക്ക് അറിവില്ലാത്തത് അവിടെ ഉപദേശിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ദ വർക്ക് ഓഫ് ദ സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് അഡ്വൈസറി ഇൻ ക്യാരക്ടർ, വൈൽ ദ വർക്ക് ഓഫ് ലൈൻ ഇസ് എക്സിക്യൂട്ടറി ഇൻ ക്യാരക്ടർ. മനസ്സിലായല്ലോ? ഇവർ ഉപദേശങ്ങൾ മാത്രം കൊടുക്കുന്നതേ ഉള്ളൂ. ലൈൻ മാനേജേഴ്സാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, ലൈൻ മാനേജേഴ്സിന് മാത്രമേ ഉള്ളൂ.
മനസ്സിലായല്ലോ. അപ്പം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് റെഫേഴ്സ് ടു എ പാറ്റേൺ ഇൻ വിച്ച് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ലൈൻ മാനേജേഴ്സ് ടു പെർഫോം ദിയർ ഡ്യൂട്ടീസ്. ലൈൻ പീപ്പിൾ ഗിവ്സ് എന്താ പറയുക അഡ്വൈസസ് ആൻഡ് സ്റ്റാഫ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു റെക്കമെൻഡ് ബട്ട് ദേ ഹാവ് നോ അതോറിറ്റി ടു എൻഫോഴ്സ് ദിയർ പ്രിഫറൻസ് ഓൺ other departments. So next we can see what are the features of line and staff organization. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് വൺ ദർ ആർ ടു ടൈപ്സ് ഓഫ് മാനേജേഴ്സ്. ഏതെല്ലാണ്? ലൈൻ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് സ്റ്റാഫ് മാനേജേഴ്സ് എന്താ ചെയ്യേണ്ടത്, ലൈൻ മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി മെൻഷൻഡ്. Then second one is line managers have this authority to take decisions while staff managers give advice to line managers. അതായത് line managers get the benefit of specialized knowledge of staff specialists at various levels. Then staff managers do not come under the chain of command. അവർക്ക് അധികാരങ്ങൾ കൊടുക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല. എല്ലാം അതോറിറ്റി ആരുടെ കൈകളിൽ തന്നെയായിരിക്കും? ലൈൻ മാനേജേഴ്സിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള അഡ്വൈസ് കൊടുക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അതായത് സ്റ്റാഫ് മാനേജേഴ്സിന് എന്തില്ല എന്നാൽ ദേ ഡു നോട്ട് കം അണ്ടർ ദ ചെയിൻ ഓഫ് കമാൻഡ്. Then staff managers have control over the workers. സ്റ്റാഫ് മാനേജേഴ്സിന് ആരെ ഇതാക്കാന്നാണ് പറയുന്നത്? വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. Then there is conflict between line and staff managers. ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫസ്റ്റ് MD, ദെൻ ജനറൽ മാനേജർ, പിന്നെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ. ഈ പ്രൊഡക്ഷനിൽ തന്നെ ഡയറക്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നുണ്ടാവും. പിന്നെ ഓഫീസർ, വർക്കർ, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റുകൾ ഓരോ സ്ഥലത്ത് സ്ഥാപിച്ച് വെക്കുക ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ദേ ഗിവ് അഡ്വൈസസ് ടു ലൈൻ മാനേജേഴ്സ്. So next we can see what are the merits and demerits of this type of structure. Merits of line and staff organization എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇറ്റ് എൻജോയ്സ് ദ അഡ്വൈസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് മാനേജേഴ്സ്. അതായത് ഇറ്റ് ആഡ്സ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ടു ദ പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ദസ് എയിംസ് അറ്റ് കമ്പൈനിങ് ദ മെറിറ്റ്സ് ഓഫ് ടു ടൈപ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. മനസ്സിലായല്ലോ. Then second advantage is expert advice from staff enables line managers to take better and prompt decision. അതായത് ഫസ്റ്റത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ മാനേജർ എന്ത് പറയുന്നു അത് അതേപടി അനുസരിക്കുന്ന വർക്കേഴ്സ് ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഈ എക്സ്പേർട്സ് ഉണ്ടാവുമല്ലോ, ഈ എക്സ്പേർട്സ് അഡ്വൈസ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ലൈൻ മാനേജേഴ്സ് ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. An unity of command is maintained as staff managers do not interfere with the work of line managers. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ദ എക്സ്പേർട്സ് പ്രൊവൈഡ് സ്പെഷ്യൽ ഗൈഡൻസ് വിത്തൗട്ട് ഗിവിങ് ഓർഡേഴ്സ്. So it is the line manager who only has got the right to give orders. So the result is that enterprise take advantage of functional organization while maintaining the unity of command. അതായത് one subordinate receiving orders from one superior only. And employment of staff managers reduces the burden of line managers. അവരുടെ റിഡക്ഷൻ ഓഫ് ബേർഡൻ ആണ്. അതായത് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് റിലീവ് ദ ലൈൻ മാനേജേഴ്സ് ഓഫ് ബോദറേഷൻ ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ലൈക്ക് അക്കൗണ്ടിങ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്, പബ്ലിക് റിലേഷൻസ് എക്സെട്ര. എല്ലാ കാര്യത്തിലും ലൈൻ മാനേജേഴ്സ് തലയിടേണ്ട ആവശ്യമില്ല. അതിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ്. ദെൻ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ മാനേജേഴ്സിന് ലൈൻ മാനേജേഴ്സിൻ്റെ ബേർഡൻ കുറയ്ക്കാൻ പറ്റും. And last one is combined work of line and staff managers contributes to improved of operational efficiency. അതായത് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാം. എന്താണെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണല്ലോ.
ഒരു കൂട്ടർ ലൈൻ മാനേജേഴ്സിന് അറിയാത്ത കാര്യങ്ങൾ ഉപദേശിക്കുന്നു. അതിനനുസരിച്ച് ലൈൻ മാനേജേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് പുറപ്പെടുവിച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. സോ എന്താക്കാന്നാ പറയുന്നത്, ദർ ഇസ് എൻ ഇംപ്രൂവ്ഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. അതായത് ലൈൻ മാനേജേഴ്സ് ടോപ്പിലിരിക്കുന്ന സമയത്ത് അവർക്കൊരു അസൂയ ഉണ്ടാവുമല്ലോ, ഇവർ ഇത്രയും കഴിവുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്തിനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ജെലസ് ആവാൻ. അങ്ങനെ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മനസ്സിലായി. അതായത് ദർ ഇസ് എ ഡേഞ്ചർ ദാറ്റ് സ്റ്റാഫ്മെൻ മേ എൻക്രോച്ച് ഓൺ ദ ലൈൻ അതോറിറ്റി. അപ്പോൾ ലൈൻ മാനേജേഴ്സ് ഫീൽ ദാറ്റ് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഡു നോട്ട് ഓൾവേസ് ഗിവ് റൈറ്റ് ടൈപ്പ് ഓഫ് അഡ്വൈസസ് ആൻഡ് സ്റ്റാഫ് ഒഫീഷ്യൽസ് ജനറലി കംപ്ലെയിൻ ദാറ്റ് ദിയർ അഡ്വൈസ് ഇസ് നോട്ട് പ്രോപ്പർലി അറ്റൻഡഡ് ടു. അങ്ങനെയൊക്കെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. Then another demerit is staff officers have no authority to take decisions. അവർ അഡ്വൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്, ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല. ഓക്കെ. Then staff managers have no responsibility and are not accountable for results of operations. അതായത് സിൻസ് സ്റ്റാഫ്മെൻ ആർ നോട്ട് അക്കൗണ്ടബിൾ ഫോർ ദ റിസൾട്ട്സ് ദേ മെ നോട്ട് ബി പെർഫോമിങ് ദെയർ ഡ്യൂട്ടീസ് വെൽ. അതിനുള്ളൊരു ചാൻസ് അവിടെ കൂടുതലാണ്. ആൻഡ് ലൈൻ മാനേജേഴ്സ് മേ റിസോർട്ട് ടു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സ്റ്റാഫ് മാനേജ്. ചില ഓർഗനൈസേഷനിൽ അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അതായത് എല്ലാം സ്റ്റാഫ് മാനേജേഴ്സിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ചാൻസിനുള്ള ഇതുമുണ്ട്. ദെൻ ദർ ഇസ് എന്താ പറയുക, ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് ലൈൻ മാനേജേഴ്സ് മേ ബ്ലെയിം സ്റ്റാഫ് മാനേജേഴ്സ് ഫോർ ഫെയിലിയർ ഇൻ എനി ഓപ്പറേഷൻ. അതായത് എന്തിലെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ലൈൻ മാനേജേഴ്സ് ആരെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും, സ്റ്റാഫ് എക്സ്പേർട്സിനെ. ലാസ്റ്റ് വൺ, എംപ്ലോയ്മെൻറ്റ് ഓഫ് സ്റ്റാഫ് മാനേജേഴ്സ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സ്പെഷ്യലിസ്റ്റിനെ വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക, ഇറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് പൊസിഷൻസ് വിച്ച് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അച്ചീവിങ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് റെഫേഴ്സ് ടു those positions which have responsibility for providing advice and service to the line in attainment of organizational objectives. അതായത് ലൈൻ ഓർഗനൈസേഷനിൽ there is only one type of manager, ലൈൻ മാനേജേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ there are two types of managers, line managers and staff managers. Then in line organization there is no specialist advisors. നേരെ മറിച്ച് ലൈൻ ആൻഡ് സ്റ്റാഫിൽ ആര് വരുന്നുണ്ട്, സ്റ്റാഫ് മാനേജേഴ്സ്, ദേ ആർ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസേഴ്സ്. ദെൻ ഇൻ ലൈൻ ഓർഗനൈസേഷൻ ലൈൻ മാനേജേഴ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഓവർലോഡഡ് ആണ്. നേരെ മറിച്ചിട്ട് ലൈൻ ആൻഡ് സ്റ്റാഫിൽ എങ്ങനെയാണ് വരുന്നത്, മോഡറേറ്റ് വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ്. ലൈൻ ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ഒരു ലൈൻ മാനേജർ ഉണ്ടാവും, അയാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ ദർ ഇസ് ലെസ് കോൺഫ്ലിക്റ്റ് ചാൻസസ്. നേരെ മറിച്ചിട്ട് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് അമംഗ് ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. Then line organization is less expensive, the other one is more expensive. Line organization coordination is very easy. നേരെ മറിച്ചിട്ട് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ. ഇനി ഇത് കൂടാതെ കുറച്ച് ഓർഗനൈസേഷൻ മോഡൽസ് കൂടെ വരുന്നുണ്ട്. അതായത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്